ഹലോ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. പ്രിയമുള്ള ഉസ്താദുമാരെ, നമ്മളെ വേതന വിഹിതം ഇപ്പോൾ കാലതാമസമല്ലാതെ അടക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അദാലത്ത് ഉണ്ട്. അതുപോലെ തന്നെ സർവീസുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാനുള്ള ഒരു അദാലത്ത് ഇപ്പം നിലവിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വേതന വിഹിതം അടക്കാൻ ബാക്കിയുള്ളത് എങ്ങനെ അറിയാമെന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മളെ വേതന വിഹിതം അടച്ചത് കാണിക്കുക എന്നുള്ളത്. അത് നമ്മൾ നേരെ എന്ത് ചെയ്യുക, നമ്മൾ ഗൂഗിളിലൊന്ന് പോവുക. ഗൂഗിളിൽ പോയിട്ട് നമുക്ക് SKJ MCC എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ടാവും. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ SKJ MCC മുഅല്ലിം ലോഗിൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണിക്കും. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലിങ്ങനെ ഈ പ്രസവ സഹായത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുക, മുഅല്ലിം നിക്കാഹിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുക, സർവീസ് ആനുകൂല്യത്തിന് അപേക്ഷിക്കുക. ഇതിന്റെ മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ട് ഇതിൽ ജസ്റ്റ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാലറി ഷെയർ എന്ന് പറയപ്പെടുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ഇതാ കണ്ടോ, സാലറി ഷെയർ അറിയപ്പെടുന്ന ഓപ്ഷന് ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മളെ സാലറി ഷെയർ വേതന വിഹിതം അടക്കാൻ ബാക്കിയുണ്ടോ ഇല്ല എന്നുള്ളത് ഇതാ ഇവിടെ നമുക്ക് അറിയാൻ കഴിയും. ഇതാ കണ്ട, ഈ അടച്ചതാണ് ഈ അപ്രൂവ്ഡ് എന്നൊക്കെ കാണിക്കണത്. ഇതൊക്കെ അടക്കാത്തതാണ്. ഇനി ഇത് അടച്ചിട്ടില്ലെങ്കിലും ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും വർഷം നമ്മൾ സർവീസ് ആനുകൂല്യത്തിന് അപേക്ഷിച്ചിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുവരെയുള്ളതൊക്കെ എന്താണ് ക്ലിയർ ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നേരെ സർവീസ് ആനുകൂല്യം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും ഇവിടെ. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നേരെ ലീസ്റ്റ് എന്ന് അടിയിൽ കാണിക്കും, ലീസ്റ്റ് എന്ന്. അപ്പോൾ ജസ്റ്റ് ഈ ലീസ്റ്റിലൊന്ന് പോവുക. ഈ ലീസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ 2024 എന്ത് ചെയ്തിട്ടുണ്ട്, സർവീസ് ആനുകൂല്യം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുവരെയുള്ളത് ക്ലിയർ ആണ്. അപ്പോൾ 2024 വരെയുള്ളത് എന്തുണ്ട്, ഓക്കെ ആണ് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ ഈ സൈറ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക എന്നാണ് പല ആളുകൾക്കുള്ള ഡൗട്ട്. അതെങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ ചെയ്യേണ്ട കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ SKJ MCC മുഅല്ലിം ലോഗിനിൽ പോവുക. നേരെ ഈ കാണുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതിൽ എന്ത് ചെയ്യണം, നമുക്കൊരു അക്കൗണ്ട് നമ്മൾ ഇതിൽ ഉണ്ടാക്കണം. ഇതിലിപ്പോൾ നിലവിലൊരു അക്കൗണ്ട് ഉണ്ട്, അത് ലോഗൗട്ട് ചെയ്ത്. ഇത് ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിലവിൽ ഇതിൽ അക്കൗണ്ട് നിർമ്മിക്കണം. അതിന് തീരെ അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാർ ഇവിടെ പോയിട്ട് രജിസ്റ്റർ എന്നതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ MSR നമ്പർ കൊടുക്കുക. ഇവിടെ MSRൽ കൊടുത്ത കറക്റ്റ് മൊബൈൽ നമ്പർ, അതേ മൊബൈൽ നമ്പർ കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വരില്ല. ഇത് അടിച്ച നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടൺ കാണുന്നുണ്ടല്ലോ, ഇതിലൊന്ന് അടിച്ചു കൊടുക്കുക. ഈ നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ എന്ത് ചെയ്യുക, ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽക്കൊരു OTP വരും. അപ്പോൾ ഈ OTP വരാത്ത, ഇപ്പം ഇത് മുഅല്ലിം ആൾറെഡി രജിസ്റ്റേർഡ്, ഞാൻ ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് അതിൻ്റെ പാസ്വേഡ് അറിയാത്ത പ്രശ്നമാണെങ്കിൽ അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നേരെ ഈ കാണുന്ന റീസെറ്റ് എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. റീസെറ്റ് എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ഈ പറഞ്ഞതുപോലൊക്കെ MSR നമ്പർ അടിച്ചു കൊടുക്കുക. MSRൽ കൊടുത്ത കറക്റ്റ് മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ഇതാണ്, ഇതിലേക്ക് ഇപ്പോൾ ഒരു OTP വന്നിട്ടുണ്ടാവും. ആ OTP നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്പം എൻ്റെ ഇതിലേക്ക് ഒരു OTP വന്നു, നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇവിടെ ആ OTP എന്ത് ചെയ്യുക, അടിച്ചു കൊടുക്കുക. അതേപോലെ നെക്സ്റ്റ് എന്നുള്ള ബട്ടന് നെക്കി കൊടുക്കുക. അങ്ങനെ ഈ നെക്സ്റ്റിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 4 അക്ക പാസ്വേഡാണ് അവിടെ ചോദിക്കുക. ആ 4 അക്ക പാസ്വേഡ് എന്ത് ചെയ്യുക, അടിച്ചു കൊടുക്കുക. അത് നിങ്ങളെ മൊബൈൽ നമ്പറിന് 1109 അതല്ലെങ്കിൽ നിങ്ങളെ MSR നമ്പർ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, പാസ്വേഡായിട്ട് കൊടുക്കുക. ഇങ്ങോട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്തായി, നിങ്ങളെ അക്കൗണ്ട് ശരിയായി. പിന്നെ ആ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട്, യൂസർ നെയിം എന്ന് പറയപ്പെടുന്ന MSR നമ്പറാണ്, പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ രജിസ്റ്റർ എന്നതിലല്ല പോകേണ്ടത്, റീസെറ്റ് എന്നതിലാണ് പോകേണ്ടത്. പാസ്വേഡ് ഇങ്ങനെ ആൾറെഡി രജിസ്റ്റർ എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ റീസെറ്റിലാണ് പോകേണ്ടത്. റീസെറ്റിൽ പോയാലാണ് ഈ പറഞ്ഞ OTP വരും. OTP വന്നിട്ട് ആ OTP അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 4 അക്ക പാസ്വേഡ് ചോദിക്കുക. ഏറ്റവും മുകളിൽ നിങ്ങളുടെ പേര് കറക്റ്റായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ നിങ്ങളോട് ഈ 4 അക്ക പാസ്വേഡ് കൊടുക്കാൻ പറ്റും. 2 ഭാഗത്തും ഒരേ രീതിയിലുള്ള പാസ്വേഡാണ് കൊടുക്കേണ്ടത്. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്തായി, നിങ്ങളെ അക്കൗണ്ട് ക്ലിയർ ആയി. പിന്നെ നിങ്ങൾ ഇവിടെ MSR നമ്പർ കൊടുക്കുക.
അതിൻ്റെ അടിയിൽ നിങ്ങൾ ഉണ്ടാക്കിയ പാസ്വേഡും കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യാൻ കഴിയും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ അക്കൗണ്ട് ഉണ്ടാക്കേണ്ടതും. നമ്മളെ സാലറി ഷെയർ പോലത്തെ, അതായത് വേതന വീതം, അതുപോലെ തന്നെ സർവീസ് ആനുകൂല്യം, പ്രസവ സഹായം, മൂല്യം നിക്ക, ഈ 3 നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ സൈറ്റിലൂടെ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതിന് പേപ്പർ ലെസ് ആയിട്ടാണ് അവിടുന്ന് ഓഫീസിൽ നിന്ന് എന്ത് ചെയ്യും, അത് ഓക്കെ ആക്കിയങ്ങാണ്ട് അതിൻ്റെ കാശ് എത്ര വെച്ച് നമുക്ക് എന്ത് ചെയ്യും, അയച്ചു തരും അക്കൗണ്ടിലേക്ക്. അപ്പോൾ അതിൽ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ടാവും. അപ്പം ഇങ്ങനെയാണ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണും. ആദ്യമായിട്ടാണ് കാണിച്ചെങ്കിൽ എപ്പോഴും പറയണതാണ്, നമ്മളെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും. അതിന് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അസ്സാം വലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു.